ഒരുപാട് പഞ്ചായത്തുകൾ, പുഴക്കാട്ടി പോലെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പൊ UDF മുന്നണിയുടെ ഒരു ഭരണാധികാരം ഉറപ്പിച്ചു വരികയാണ്. ഇപ്പൊ പെരിന്തൽമണ്ണ നഗരസഭയാണെന്നുണ്ടെങ്കിലും 30 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ 21 സീറ്റുകളുമായി വലിയൊരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് പെരിന്തൽമണ്ണ നഗരസഭ UDF മുന്നണി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? മങ്കട മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തും UDF ആണ് ഭരിക്കാൻ പോകുന്നത്. അത് മങ്കടയിൽ മാത്രമല്ല, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഇതിലും ഇത്രയും വലിയൊരു വിജയം നമ്മൾ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. UDF ഗംഭീരമായിട്ടുണ്ട് ഈ വിജയം. പ്രധാനമായും കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റിനോടുള്ള വലിയ ഉദ്ദേശം തന്നെയാണ്. സംസ്ഥാന സർക്കാർ ജനപറ്റി കുറേയധികം കാര്യങ്ങളൊക്കെ ഇപ്പൊ 1000 രൂപ, അതേപോലെ തന്നെ പെൻഷൻ 400 കൂട്ടി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ മുഴുവൻ ഈ സർക്കാരിനെ, പ്രത്യേകിച്ച് ഭരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, അവരോടുള്ള വിദ്വേഷമാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു സംശയമില്ല, സർക്കാരിന് തുടരാൻ അധികാരമില്ല, നിങ്ങളിലേക്കൊരു വിശ്വാസമായി മാറിയത് അത് ഒരു സംശയമില്ല. ആ ഗവൺമെന്റിന്റെ അതിന് വലിയ രണ്ടാം സർക്കാർ എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടത് വലിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇവരതിനൊന്നും പറ്റില്ല, ഭരിക്കാൻ ഇവർക്ക് അറിയില്ല. ഈ നാടിനെ തന്നെ ഇവർ നശിപ്പിച്ചെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ മുഴുവനും വലിയ കോട്ടകളടക്കം, CPM-ന്റെ വലിയ കോട്ടകളുണ്ടല്ലോ മലപ്പുറം ജില്ലയിൽ, ആ വാർഡുകളടക്കം ഞങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അത്രയും വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. പ്രതീക്ഷിക്കാത്ത പല വാർഡുകളിലും ഒരു സംശയമല്ല, പ്രതീക്ഷിക്കാത്ത വലിയ വിജയങ്ങൾ നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യം. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും UDF-ന്റെ ഒരു UDF മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുണ്ടായ വീഴ്ച നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്. നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും ഗംഭീരമായിട്ടുണ്ട്. എന്താണ് ജനങ്ങളോട് ഇനി പറയാനുള്ളത്? നമ്മുടെ ജനപ്രതിനിധികൾ അർപ്പിച്ച വിശ്വാസം ഉണ്ടല്ലോ, ഇവരൊക്കെ ജനങ്ങളുടെ ദാസന്മാരാണ്. മനസ്സിലായില്ലേ? ജനങ്ങളുടെ ദാസന്മാരാണ് ഇവരൊക്കെ. അതിനനുസരിച്ചായിരിക്കും ഭരിക്കേണ്ട മുന്നോട്ട് പോകുന്നത്. പ്യുവർ ആയിട്ടുള്ള ഒരു ജനാധിപത്യ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനങ്ങളായിരിക്കും എന്നാണോ? ഒരു സംശയമില്ല, ജനങ്ങളുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും. MWC Max ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് 22% ഓഫ്. മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. MWC Max വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കൊപ്പം, കുട്ടനാട്. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി.